ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിലെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കയിൽ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൽ സ്ലൈറ്റ്ലി താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ US ഫെഡിൻ്റെ ഡിസിഷൻ വന്നിരുന്നു. 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുണ്ട്. അതേസമയം ഡിസംബറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് US ഫെഡിൻ്റെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് അമേരിക്കൻ മാർക്കറ്റുകളിൽ സ്ലൈറ്റ് സെൽ ഓഫ് കണ്ടിട്ടുള്ളത്. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സ് ബെറ്റർ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. S&P 500 അതുപോലെ തന്നെ ഡൗ ജോൺസ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീക്കായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ധാരാളം സ്റ്റോക്കുകൾ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ്, അതുപോലെ തന്നെ വെസ്റ്റേൺ ഡിജിറ്റൽ, ഈ കമ്പനികൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ ടെസ്റ്റിംഗ് എക്യുപ്മെൻ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. അത്തരത്തിലുള്ളൊരു കമ്പനിയാണ് ടെറാഡൈൻ. ഈ ടെറാഡൈനും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാറ്റർപില്ലർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. പാലൻറ്റിയർ AI റിലേറ്റഡ് ഡിഫൻസ് കമ്പനിയാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൽഫബെറ്റ് മെറ്റാ പ്ലാറ്റ്ഫോം പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ NVIDIA പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $5.03 ട്രില്യൺ ആണ്. $5 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്രോസ് ചെയ്യുന്ന ആദ്യത്തെ കമ്പനിയാണ് NVIDIA. അതോടൊപ്പം തന്നെ ഇന്നലെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ ആൽഫബെറ്റിൻ്റെ, മൈക്രോസോഫ്റ്റിൻ്റെ, അതുപോലെ തന്നെ മെറ്റാ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ Q3 റിസൾട്ടുകൾ വന്നിരുന്നു. ആൽഫബെറ്റിൻ്റെ Q3 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആൽഫബെറ്റ് ആഫ്റ്റർ അവേഴ്സിൽ അറൗണ്ട് 6 to 7% ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ആൽഫബെറ്റും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. നോർമൽ ട്രേഡിങ്ങിൽ ആൽഫബെറ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.32 ട്രില്യൺ ആണ്. ഇന്നൊരു പക്ഷേ $3.6 ട്രില്യൺ ഉയരാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ആപ്പിളും ഇന്നലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4 ട്രില്യൺ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ $4 ട്രില്യൺ ആണ്. അതേസമയം മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇന്നലെ $4.03 ട്രില്യൺ ആണ്. അപ്പോൾ 4 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്ലബിലേക്ക് വളരെ വേഗത്തിലാണ് ആൽഫബെറ്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള ആൽഫബെറ്റിൻ്റെ റാലി നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ചിപ്പ് സ്റ്റോക്കുകളായ ബ്രോഡ്കോം, AMD സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. പൊതുവെ ചിപ്പ് റിലേറ്റഡ്, AI റിലേറ്റഡ്, ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് അമേരിക്കയിൽ ഇന്നലെയും മുന്നേറിയിട്ടുള്ളത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം AI റിലേറ്റഡ്, ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ തന്നെയാണ് സൗത്ത് കൊറിയയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈനീസ് മാർക്കറ്റുകൾ ഇന്നലെ ഷാങ്ഹായ് ഇൻഡെക്സ് പുതിയ 4-year ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ CSI 300 ഇൻഡെക്സും പുതിയ 4-year ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. മറ്റ് ഇൻഡെക്സുകൾ 10-year ഹൈയിലൊക്കെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്നലത്തെ പോസിറ്റീവായിരുന്നു. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകളും ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഹോങ്കോങ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ നല്ല മുന്നേറ്റമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. അതേസമയം ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം വൊളാറ്റിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്ത്യ US ട്രേഡ് റിലേറ്റഡ് ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അതേസമയം ചൈനയും US തമ്മിലുള്ള ട്രേഡ് ഡിസ്കഷൻ
ഇന്ന് അവസാനിക്കുന്നതാണ് പറയുന്നത്. ട്രംപും അതുപോലെ തന്നെ ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള മീറ്റിങ്ങിൽ ഈ ഡീല് സൈൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട്. അതേസമയം ഇന്ത്യ US ട്രേഡ് റിലേറ്റഡ് ഡീലും അടുത്ത ദിവസങ്ങളിൽ അനൗൺസ് ചെയ്തേക്കാമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ റിക്വസ്റ്റ് ചബഹാർ പോർട്ടിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അമേരിക്ക കൊടുത്തിരുന്ന ഡെഡ്ലൈൻ ഒക്ടോബർ 28 ആയിരുന്നു. അത് അടുത്ത വർഷം ആദ്യ വാരം അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ആദ്യത്തെ മാസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവായ ന്യൂസ്. ഒപ്പം Q2 റിസൾട്ടുകൾ അസസ് ചെയ്യുകയാണെങ്കിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q2 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇന്ത്യയിലെ. സഗിലിറ്റി ഇന്ത്യ, VST ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ കാപ്രി ഗ്ലോബൽ, ഇത്തരത്തിലുള്ള കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഒപ്പം L&T ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. BHELൻ്റെ Q2 റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ റിസൾട്ട് പെർഫോമൻസ് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ വേദാന്തയുടെ NCLT ഹിയറിംഗ് വീണ്ടും നവംബർ 12 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം NCLTയുടെ മുംബൈ ബെഞ്ചിൽ റീഷഫിൾ വന്നിട്ടുണ്ട്, ജഡ്ജുകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജഡ്ജുകൾക്ക് വീണ്ടും ഇതൊക്കെ ഹിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപക്ഷെ വേദാന്തയുടെ ഡിമർച്ചർ വീണ്ടും നീണ്ടുപോയേക്കാം. അതേസമയം സെബി വേദാന്തയുടെ റിവൈസ്ഡ് ഡിമർജർ പ്രപ്പോസൽ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് പൊതുവെ പോസിറ്റീവായിട്ടുള്ളൊരു ഇവൻ്റ് ആയിട്ട് തന്നെയാണ് വേദാന്തനെ സംബന്ധിച്ച് കണക്കാക്കുന്നത്. ഈ L&Tയുടെ ഓർഡർ ബുക്ക് 66,704.7 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. 1 ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർച്ച് 2025 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 15% ഇൻക്രീസാണ്. ഈ ഓർഡർ ബുക്കിൽ 49% ഹോൾഡ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഓർഡേഴ്സാണ്. ഇത് L&Tനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പ്രത്യേകിച്ച് റുപ്പി ഡിപ്രീസിയേഷൻ വരുമ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത്. അപ്പർ ലെയർ NBFCകൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റിക്വസ്റ്റ് RBI ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിൻസർവ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ AB ക്യാപിറ്റൽ, ടാറ്റ ക്യാപിറ്റൽ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടെക്സ്മാക്കോ റെയിൽ 2 ഓർഡേഴ്സ് ബാക്ക് ചെയ്തിട്ടുണ്ട്. 33.89 കോടി രൂപയുടെ ഒരു ഓർഡറും അതുപോലെ തന്നെ 44.6 കോടി രൂപയുടെ ഓർഡറും. NBCC 79 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റും കൂടി ബാക്ക് ചെയ്തിട്ടുണ്ട്. ദിലീപ് ബിൽക്കോൺ 307 കോടി രൂപയുടെ പ്രൊജക്റ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്ക് ഇന്നലെ വീണ്ടും DB കോർപ്പാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്നലെ വീണ്ടും സെല്ലേഴ്സാണ്. 2,540.16 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 5,692.81 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ഫണ്ടുകൾ കണ്ടിന്യൂസ് ബയേഴ്സ് തന്നെയാണ്. ഒപ്പം ഇന്ത്യയുടെ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി 500.89 ഗിഗാവാട്ടായിട്ട് ഉയർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. 2014 249 ഗിഗാവാട്ടായിരുന്നു. റിന്യൂവബിൾ എനർജിയാണ് ഇതിൽ 51% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ പവർ ഉണ്ട്, ഹൈഡ്രോ പവർ ഉണ്ട്, പമ്പ്ഡ് സ്റ്റോറേജ് പവർ ഉണ്ട്, സോളാർ വിൻഡ് പവർ ഒക്കെയുണ്ട്. ഫോസിൽ ഫ്യൂവൽസ് 244.8 ഗിഗാവാട്ടാണ്, 49%. അടുത്ത മാസങ്ങളിൽ റിന്യൂവബിൾ എനർജി പവർ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇന്ത്യൻ പവർ സെക്ടറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ RBI നമ്മുടെ ഫോറസ്റ്റ് റിസർവിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഗോൾഡൊക്കെ സാധാരണ RBI കീപ്പ് ചെയ്യാറ് ഓവർസീസ് വാൾട്ടുകളിലാണ്. ഈ വർഷം 65% ഗോൾഡും കീപ്പ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഓവർസീസ് കീപ്പ് ചെയ്തിരിക്കുന്ന ഗോൾഡൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. അടുത്ത മാസങ്ങളിൽ എല്ലാ ഗോൾഡും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള നീക്കത്തിലാണ് ഗവൺമെൻറ്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. കാരണം നമ്മുടെ അവിടെ കപ്പാസിറ്റി ഉണ്ട് ഈ ഇത്തരത്തിലുള്ള ഗോൾഡൊക്കെ കീപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ തന്നെ കീപ്പ്
ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് റഷ്യൻ അസറ്റ്സൊക്കെ US-ഉം യൂറോപ്യൻ യൂണിയനൊക്കെ ഫ്രീസ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഡിസിഷനാണിത്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മുടെ ഫോറക്സ് റിസർവിൽ 13.92% ഗോൾഡാണ്. 880.2 ടണ്ണാണ് നമ്മൾ ടോട്ടൽ നമ്മുടെ ഫോറക്സ് റിസർവിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് കീപ്പ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ കമോഡിറ്റി മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ കോപ്പർ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ എല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ നല്ല വൊളാറ്റിലിറ്റിയാണ് കാണിക്കുന്നത്. $3,926.9 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ വീണ്ടും നല്ല വൊളാറ്റിലിറ്റി കാണിച്ചിരുന്നു. $3,928.7, $4,031 റേഞ്ച് ആയിരുന്നു ഇന്നലെ. ഇന്ന് ആ ലോവർ ലെവലിൽ നിന്ന് വീണ്ടും ഗോൾഡ് താഴെ പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഗോൾഡിൻ്റെ ഒരു ട്രേഡിംഗ് റേഞ്ച് ഇപ്പോൾ കാണുന്നത് $3,750 പെർ ഔൺസ് മുതൽ $4,400 പെർ ഔൺസ് വരെയാണ്. തീർച്ചയായിട്ടും ഗോൾഡിൽ ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. US ഫെഡിൻ്റെ ഡിസിഷൻ വന്നിരുന്നു 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട്. പക്ഷേ US ഫെഡ് ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡിസംബറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേക്കില്ല, അല്ലെങ്കിൽ തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഗോൾഡും താഴെ വന്നിരിക്കുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാതിരിക്കുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഗോൾഡ് വീണ്ടും ചെറിയ രീതിയിലുള്ളൊരു സെല്ലിംഗ് പ്രഷറൊക്കെ ഫേസ് ചെയ്തേക്കാം. ഒപ്പം സിൽവറും നല്ല വൊളാറ്റിലിറ്റിയാണ് കാണിക്കുന്നത്. $47.3 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ 46.81, $48.5 പെർ ഔൺസ് ആയിരുന്നു റേഞ്ച്. കമ്പാരിറ്റീവ്ലി സിൽവറാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഗോൾഡിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇതാണ് കമോഡിറ്റി മാർക്കറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഇനി നമ്മൾ ഇന്നത്തെ റിസൾട്ടുകൾ വരാനുള്ളത് നോക്കുകയാണെങ്കിൽ ITC, AB ക്യാപിറ്റൽ, അതുപോലെ തന്നെ അഡാനി പവർ, കനറ ബാങ്ക്, കാർബോറണ്ടൻ യൂണിവേഴ്സൽ, കോറമൻഡൽ ഇൻ്റർനാഷണൽ, ഡാബർ, DLF, എക്സൈഡ്, സിപ്ല, ലോധ, മണപ്പുറം ഫിനാൻസ്, നിപ്പോൺ ലൈഫ്, AMC, പിഡിലൈറ്റ്, NTPC, യൂണിയൻ ബാങ്ക്, ഇത്തരത്തിലുള്ള കമ്പനികളാണ് ഇന്ന് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന മേജർ കമ്പനികൾ. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഓർക്കല ഇന്ത്യ ഇന്നലെ 0.79 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്നും നാളെയും ഉണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട് ഇന്ന്. അതോടൊപ്പം തന്നെ പുതിയൊരു IPO കൂടി ആരംഭിക്കുകയാണ്. സ്റ്റഡ്സ് അക്സസറീസ് ആണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ലൊരു IPO ആണ്. അതോടൊപ്പം തന്നെ മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. സ്റ്റഡ്സ് അക്സസറീസ് 585 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. മെയിൻ ബോർഡ് IPO ആണ്. അതോടൊപ്പം തന്നെ നാളെ ലെൻസ്കാർട്ട് IPO വരുന്നുണ്ട്. ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൊമോട്ടർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സ്റ്റോക്ക് അലോക്കേഷൻ നടത്തിയിട്ടുള്ള പല അപാകതകളുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ IPOയുടെ നോക്കുകയാണെങ്കിൽ 235 PE-ലാണ് ഈ സ്റ്റോക്ക് IPO ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്റ്റഡ്സ് IPO അതുപോലെ തന്നെ ഓർക്കല ഇന്ത്യ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിൻ്റെ അപ്ലൈ ആവുന്നതാണ്. റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ലെൻസ്കാർട്ടും അപ്ലൈ ആവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. തീർച്ചയായിട്ടും ഗ്ലോബൽ സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഇന്ത്യ US ട്രേഡ് റിലേറ്റഡ് ടോക്കുകൾ, US ചൈന ട്രേഡ് ടോക്കിൻ്റെ ഡിസിഷൻ ഇന്ന് വരുന്നുണ്ട്. ആ ഡിസിഷൻസ്, Q2 റിസൾട്ടുകൾ, ഒപ്പം അമേരിക്കയിലെ Q3 റിസൾട്ടുകൾ. ഇന്ന് അമേരിക്കയിലെ ആപ്പിളിൻ്റെയും അതുപോലെ തന്നെ ആമസോണിൻ്റെയും Q3 റിസൾട്ടുകൾ വരുന്നുണ്ട്. ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻ്റാണ് നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ തീർച്ചയായിട്ടും നമ്മുടെ വരാൻ പോകുന്ന Q2 റിസൾട്ടുകളും മറ്റ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.